2013 ഈ സോഫ്റ്റ്വെയർ ലോകത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ഒരിക്കലും ഒരാൾക്ക് പൂർണ്ണമായി വാങ്ങാൻ പറ്റാതെ വാടകയ്ക്ക് മാത്രം കിട്ടുന്ന ഒരു പുതിയ ലോകം അഡോബി പണിതു. അത് പൈറസിയുടെ അന്ത്യമാണെന്നാണ് എല്ലാവരും വിചാരിച്ചത്. കോടിക്കണക്കിന് ഡോളർ മുടക്കി പണിത ആ സുരക്ഷാ മതിലുകളെ വെറും 48 മണിക്കൂർ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് ഒരു അദൃശ്യ സൈന്യം തകർത്തെറിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വെറും ഒരു ഹാക്കിങ്ങിനെ കുറിച്ചല്ല. കമ്പ്യൂട്ടർ റാമിൽ സമയത്തെ ഫ്രീസ് ചെയ്ത് നിർത്തി 0 എന്ന അക്കത്തെ 1 എന്നാക്കി മാറ്റുന്ന കണ്ണിന് കാണാൻ കഴിയാത്ത ഒരു മാജിക്കിനെ കുറിച്ചാണ്. ഫ്ലോപ്പി ഡിസ്കുകളുടെ കാലത്ത് നിന്ന് തുടങ്ങി USB ഡോങ്കിളുകളെ വിഡ്ഢികളാക്കി ഒടുവിൽ ക്ലൗഡ് എന്ന അദൃശ്യ ലോകത്ത് വരെ എത്തി നിൽക്കുന്ന ഒരു ടെക്നോളജിക്കൽ യുദ്ധത്തിൻ്റെ കഥ. എങ്ങനെയാണ് ദ സീൻ എന്ന് വിളിക്കപ്പെടുന്ന ആ അണ്ടർഗ്രൗണ്ട് ലോകം വമ്പൻ കോർപ്പറേറ്റ് എഞ്ചിനീയർമാരെ മുട്ടുകുത്തിച്ചത്? എന്താണ് ആരും കാണാത്ത ആ JNZ എന്ന കോഡിൻ്റെ രഹസ്യം? ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ന്യൂറൽ ഫിൽറ്ററുകളും വന്നതോടുകൂടി നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇല്ലാത്ത ഒന്നിനെ നിങ്ങൾക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്. ഇൻ്റർനെറ്റിലെ ഇരുളടഞ്ഞ ഇടനാഴികളിൽ നടന്ന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പൂട്ടുപൊളിക്കൽ കഥകളുടെ ഉള്ളറകളിലേക്ക്, അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ വിൽക്കണം, അതിൽ നിന്ന് എങ്ങനെ കാശുണ്ടാക്കണം എന്നതിനെക്കുറിച്ചുള്ള കമ്പനികളുടെ ചിന്താഗതി തന്നെ മാറ്റിമറിച്ച വർഷമായിരുന്നു 2013, സ്പെസിഫിക്കലി ജൂൺ മാസം. ക്രിയേറ്റീവ് സോഫ്റ്റ്വെയർ രംഗത്തെ അതികായന്മാരായിട്ടുള്ള അഡോബ് സിസ്റ്റംസ് അന്നൊരു പ്രഖ്യാപനം നടത്തി. അക്ഷരാർത്ഥത്തിൽ ഇൻഡസ്ട്രിയെ ഞെട്ടിച്ചൊരു പ്രഖ്യാപനം. അതുവരെ ഉണ്ടായിരുന്ന അവരുടെ ക്രിയേറ്റീവ് സ്യൂട്ട് അഥവാ CS എന്ന രീതി അവർ അവസാനിപ്പിക്കുകയാണ്. പഴയ രീതി നമുക്കറിയാം. നമ്മൾ കടയിൽ പോകുന്നു, ഒരു ബോക്സ് വാങ്ങുന്നു, അതിനുള്ള ഡിസ്ക് ഉപയോഗിച്ച് നമ്മൾ സോഫ്റ്റ്വെയർ റൺ ചെയ്ത് ഇൻസ്റ്റാൾ ആക്കുന്നു. ഒരിക്കൽ കാശ് കൊടുത്താൽ അത് നമ്മുടെ സ്വന്തം സാധനമായി. ആ ലൈസൻസ് എന്ന് നമുക്കുള്ളതാണ്. എന്നാൽ അഡോബ് പറഞ്ഞു ഇനി അത് നടക്കില്ല, ആ കാലം കഴിഞ്ഞു. പകരം അവർ ക്രിയേറ്റീവ് ക്ലൗഡ് അഥവാ CC എന്നൊരു പുതിയ സംഭവം അവതരിപ്പിച്ചു. ഇതൊരു സബ്സ്ക്രിപ്ഷൻ മോഡലാണ്. അതായത് മാസം തോറും വാടക കൊടുക്കണം. ഇതെപ്പോഴും ഇൻ്റർനെറ്റുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഏറ്റവും പ്രധാനമായി തിയററ്റിക്കലി പറഞ്ഞാൽ ഇത് ഹാക്ക് ചെയ്യാൻ പറ്റാത്ത അത്രയും സെക്യൂർ ആയിരിക്കും എന്നാണ് അന്ന് പറഞ്ഞത്. അഡോബിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. മില്യൺ കണക്കിന് ഡോളറാണ് അവർ ഇതിനു വേണ്ടി മുടക്കിയത്. അവരുടെ ലോജിക് വളരെ സിമ്പിളാണ്, അതോടൊപ്പം ആരെയും ആകർഷിക്കുന്നതുമാണ്. അതായത് പഴയ CS കാലഘട്ടത്തിൽ ഒരാൾ സോഫ്റ്റ്വെയർ വാങ്ങി ക്രാക്ക് ചെയ്താൽ പിന്നെ ഒരിക്കലും കമ്പനിയുമായിട്ട് ബന്ധപ്പെടേണ്ടി വരില്ല. ഫയർ ആൻഡ് ഫോർഗെറ്റ് എന്നാണ് ആ രീതിക്ക് പറഞ്ഞിരുന്നത്. എന്നാൽ പുതിയ ക്രിയേറ്റീവ് ക്ലൗഡ് അങ്ങനെയല്ല. ഓരോ 30 ദിവസം കൂടുമ്പോഴും സോഫ്റ്റ്വെയർ ഇൻ്റർനെറ്റ് വഴി അഡോബിൻ്റെ സെർവറുമായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് ഈ പുള്ളിക്കാരന് ലൈസൻസ് ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെ വരുമ്പോൾ പൈറസി അല്ലെങ്കിൽ വ്യാജ സോഫ്റ്റ്വെയർ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാകും എന്നവർ വിശ്വസിച്ചു. വെറും ഒരു സീരിയൽ നമ്പർ എന്നതിലുപരി ക്ലൗഡിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിജിറ്റൽ ടോക്കൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ലോക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായിരുന്നു അവരുടെ അഹങ്കാരം. ചുരുക്കി പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ കോട്ട. ആർക്കും തകർക്കാൻ പറ്റാത്തൊരു ഡിജിറ്റൽ കോട്ടയാണ് തങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് അഡോബിലെ എഞ്ചിനീയർമാരും എക്സിക്യൂട്ടീവുകളും ഉറച്ചു വിശ്വസിച്ചു. ലോകം മുഴുവൻ ശ്വാസം അടക്കി പിടിച്ച് അത് നോക്കി നിന്നു. പിന്നൊരു കാര്യം, നമ്മുടെ ഈ ചാനൽ JR സ്റ്റുഡിയോ മലയാളം എന്ന് പറയുന്ന സയൻസ് ചാനലല്ല. ഇത് ജിതിൻ രാജ് എന്ന് പറയുന്ന നമ്മൾ ബിസിനസ് കേസ് സ്റ്റഡി സംസാരിക്കുന്ന ഒരു ചാനലാണ്. നിങ്ങൾ ജസ്റ്റ് ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് കൺഫേം ചെയ്യാൻ മറക്കരുത്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പ്രൊഫഷണൽ ക്രിയേറ്റീവ് ടൂളുകളെ ഹാക്ക് ചെയ്യുന്ന പൈറസിക്ക് അന്ത്യമുണ്ടാകാൻ വേണ്ടിയാണ് പലതും അഡോബ് ഇങ്ങനെ ചെയ്തത്. നിയമവിരുദ്ധമായി സോഫ്റ്റ്വെയർ ഷെയർ ചെയ്യുന്നതിനെ അവസാനിപ്പിക്കുക. പക്ഷേ വിധിയുടെ വികൃതി എന്ന് പറയട്ടെ, വെറും 2 ദിവസം, അതെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 48 മണിക്കൂർ മാത്രമാണ് അഹങ്കാരത്തിന് ആയുസ് ഉണ്ടായിരുന്നത്. ജൂൺ 19, 2013 ഒരിക്കലും തകർക്കാൻ പറ്റില്ല എന്ന് വിശേഷിക്കപ്പെട്ട ക്രിയേറ്റീവ് ക്ലൗഡ് ലോഞ്ച് ചെയ്ത ഉടനെ ഫോട്ടോഷോപ്പ് CC 14.0ൻ്റെ പൂർണ്ണമായി പ്രവർത്തിക്കുന്ന ഒരു വ്യാജ പതിപ്പ് ടോറന്റ് സൈറ്റുകളിലും പിയർ ടു പിയർ നെറ്റ്വർക്കുകളിലും പ്രത്യക്ഷപ്പെട്ടു. ചിങ് ലിയു എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യൂസറാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ആ ക്രാക്ക് വെറുതെ ഒരു സബ്സ്ക്രിപ്ഷൻ ചെക്കിനെ മറികടക്കുകയല്ല, മറിച്ച് ആ ചെക്കിംഗ് സിസ്റ്റത്തെ അപ്പാടെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അത്ഭുതകരമാണ്. മില്യൺ കണക്കിന് ഡോളർ മുടക്കി ഉണ്ടാക്കിയ എൻക്രിപ്ഷൻ, 100 കണക്കിന് സെക്യൂരിറ്റി എഞ്ചിനീയർമാരുടെ അധ്വാനം, അഡോബ് ആപ്ലിക്കേഷൻ മാനേജറിൻ്റെ ശക്തമായ കോഡിംഗ്, ഇതെല്ലാം വെറും ഒരു പാഴ്സൽ അയക്കാൻ എടുക്കുന്ന സമയം കൊണ്ട് ഇതാ ബ്രേക്ക് ചെയ്ത് തകർത്തെറിഞ്ഞു. റിവേഴ്സ് എഞ്ചിനീയർമാരുടെ ഒരു അദൃശ്യമായ സൈന്യം പുതിയ സുരക്ഷാ സംവിധാനത്തെ കണ്ടത് ഒരു തടസ്സമായിട്ടല്ല, മറിച്ച് അവർക്കുള്ളൊരു ചലഞ്ചായിട്ടാണ്. സോ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയറുകളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലണം. നമ്മൾ കാണുന്ന വർണ്ണാഭമായിട്ടുള്ള സ്ക്രീനുകൾക്കും ബട്ടണുകൾക്കും അപ്പുറം അസംബ്ലി കോഡുകളുടെയും മെമ്മറി രജിസ്റ്ററുകളുടെയും ക്രിപ്റ്റോഗ്രാഫിക് ഹാൻഡ് ഷേക്കുകളുടെയും ഒക്കെ ഒരു ബൈനറി ലോകം ഇതിൻ്റെ ബാക്ക് എൻഡിലുണ്ട്. അവിടെ ചെന്നാലേ കഥയുടെ ഒരു ഗുട്ടൻസ് പിടികിട്ടു. നിങ്ങൾക്ക് മനസ്സിലാകുമെന്നറിയില്ല, പക്ഷേ
നിങ്ങൾക്ക് ഈ ടെക്നിക്കൽ നോളജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കഴിയുമ്പോൾ ഇതിൻ്റെ ഫുൾ കാര്യങ്ങളും ഏകദേശം പിടികിട്ടും. ബാക്കി കാര്യം നിങ്ങൾ കൂടുതൽ അന്വേഷിക്കാം. ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 1980കളിലെ ഫ്ലോപ്പി ഡിസ്കുകൾ മുതൽ 2020കൾക്ക് ശേഷമുള്ള ന്യൂറൽ നെറ്റ്വർക്കുകൾ വരെയുള്ള ലോക്കിങ്ങിൻ്റെ എവല്യൂഷനാണ്. ഈ ഒരു കഥ വെറും ഒരു സ്റ്റീലിങ്ങിൻ്റെ മോഷണത്തിൻ്റെ കഥയല്ല, മറിച്ചൊരു ടെക്നോളജിക്കൽ ആം റേസിൻ്റെ കഥയാണ്. ഇതിൽ സീൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു അധോലോകം തന്നെയുണ്ട്. റീലോഡഡ്, കോർ, CPY എന്നിങ്ങനെ പേരുള്ള ഹാക്കിങ്ങിനെ ഒരു സ്പോർട്സ് ആയിട്ട് കാണുന്ന സംഘങ്ങളുടെ കഥ കൂടിയാണ്. ഒപ്പം സേഫ് ഡിസ്ക്, സെക്യൂറോം തുടങ്ങിയ പഴയകാല സുരക്ഷാ കോട്ടകളുടെയും ഹാർഡ്വെയർ ഡോങ്കിളുകളുടെയും സോഫ്റ്റ്വെയറിനെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെയും ടെക്നോളജിയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടല്ലേ. ഇതൊരു യൂട്യൂബ് വീഡിയോ ആണ്, നിങ്ങൾക്ക് സമയമെടുത്ത് കാണാം, തിരിച്ച് ബാക്ക് അടിച്ച് കാണാം, പിന്നെ നിങ്ങൾക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ വേറെ പോയി സെർച്ച് ചെയ്ത് മനസ്സിലാക്കാം. സോ ഞാനൊരു ഔട്ട്ലൈൻ പറഞ്ഞുതരാം. അത്ര ഡീപ്പായിട്ട് പോകുന്നില്ല, പക്ഷേ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. അഡോബ് ക്രിയേറ്റീവ് ക്ലൗഡ് ഹാക്കിങ്ങിൻ്റെ ഡെപ്ത് അറിയണമെങ്കിൽ നമ്മൾ അതിനു മുൻപ് പല തവണ പരാജയപ്പെട്ട ചരിത്രപരമായിട്ടുള്ള എക്സ്പെരിമെൻറ്റുകളെ കുറിച്ച് അറിയണം. സത്യം പറഞ്ഞാൽ ആൻറ്റി പൈറസിയുടെ ചരിത്രം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫിസിക്കൽ ലോകത്തെ കൺട്രോളുകളെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് മിമിക് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ കൂടി ഹിസ്റ്ററിയാണ്. 1980കളിലും 90കളിലും കൊമേഴ്സ്യൽ സോഫ്റ്റ്വെയറുകൾ ഇറങ്ങി തുടങ്ങിയ സമയത്ത് അവരുടെ പ്രൊട്ടക്ഷൻ വളരെ വൈൽഡായിരുന്നു, വളരെ പ്രാകൃതമായിരുന്നു എന്ന് പറയാം. അതായത് അന്നത്തെ ലോക്ക് എന്ന് പറയുന്നത് ഒരു കോഡാണ്. നിങ്ങളൊരു സോഫ്റ്റ്വെയർ വാങ്ങുമ്പോൾ നിങ്ങൾക്കൊരു ഫ്ലോപ്പി ഡിസ്കും അതോടൊപ്പം കടലാസിൽ എഴുതിയ ഒരു സീരിയൽ നമ്പറും കിട്ടും. ഇതിൻ്റെ ലോജിക്ക് വളരെ സിമ്പിളാണ്. സോഫ്റ്റ്വെയർ നിങ്ങളോട് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു കോഡ് ചോദിക്കുന്നു. നിങ്ങൾ ആ പേപ്പറിലുള്ള നമ്പർ നോക്കി ടൈപ്പ് ചെയ്യുന്നു. സോഫ്റ്റ്വെയർ ആ നമ്പറിൽ ഒരു കണക്ക് കൂട്ടൽ നടത്തി ഇത് ലൈസൻസ്ഡ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അന്നത്തെ ഹാക്കർമാർക്ക് പെട്ടെന്നൊരു കാര്യം മനസ്സിലായി. ഈ വാലിഡേഷൻ ലോജിക്ക് ആ സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ തന്നെ എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന കീ ശരിയാണോ എന്ന് സോഫ്റ്റ്വെയറിന് ശരിക്കും അറിയില്ല, മറിച്ച് ആ കീ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ശരിവെക്കുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കൂ. കുറച്ചുകൂടെ സിമ്പിളായി പറഞ്ഞുതരാം. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അക്ഷരങ്ങളുടെ വാല്യൂ എല്ലാം കൂടി കൂട്ടി കിട്ടുമ്പോൾ അത് 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണോ എന്ന് നോക്കുക എന്ന് വിചാരിക്കുക. സോ അതാണെങ്കിൽ കോഡ് ആക്ടിവേറ്റ് ആവും. അങ്ങനെയായിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യുക. ഇത് മനസ്സിലാക്കിയതോടുകൂടി ദ ഹംബിൾ ഗൈസ് അല്ലെങ്കിൽ റേസർ 1911 പോലെയുള്ള ഗ്രൂപ്പുകൾ ആ സോഫ്റ്റ്വെയറിൻ്റെ കോഡ് അഴിച്ച് പരിശോധിക്കാൻ തുടങ്ങി. അവർ ആ അൽഗോരിതം കണ്ടുപിടിക്കുകയും അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന കീ ജനറേറ്റർ അഥവാ കീജൻ എന്ന ചെറിയ പ്രോഗ്രാമുകളെ ഉണ്ടാക്കുകയും ചെയ്തു. അതായത് A+B = 10 എന്നാണ് സോഫ്റ്റ്വെയറിൻ്റെ നിയമമെങ്കിൽ കൂട്ടിയാൽ 10 കിട്ടുന്ന കുറേ സംഖ്യകൾ ഉണ്ടാക്കി തരുന്ന പ്രോഗ്രാമാണ് കീജൻ. അതുപയോഗിച്ച് ആർക്കും ആ ഒരു ലോക്ക് തുറക്കാം. ഇവിടെയാണ് ക്ലയൻറ്റ് സൈഡ് വാലിഡേഷൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം കാണാൻ പറ്റുന്നത്. ലോക്കും കീയും അതെങ്ങനെ ഉണ്ടാക്കിയെന്ന ബ്ലൂ പ്രിൻറ്റും എല്ലാം ഇരിക്കുന്നത് എതിരാളിയുടെ കയ്യിൽ തന്നെയാണ്. പിന്നീട് വന്നതാണ് CD-ROM. സീരിയൽ നമ്പറുകൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ എളുപ്പമാണെന്ന് കമ്പനികൾക്ക് മനസ്സിലായപ്പോൾ സോഫ്റ്റ്വെയറിനെ ഫിസിക്കൽ ഡിസ്കിലേക്ക് ബന്ധിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് ഡിസ്ക് ചെക്കിംഗ് എന്ന് പറയുന്ന ഒരു എറർ വരുന്നത്. മാക്രോവിഷൻ്റെ സേഫ് ഡിസ്ക്, സോണിയുടെ സെക്യൂറോം എന്നിവയൊക്കെയായിരുന്നു അതിനുവേണ്ടി സഹായിക്കുന്ന സോഫ്റ്റ്വെയർ. ഇവരെ മാർക്കറ്റ് ചെയ്തത് ഡിജിറ്റൽ കോട്ടകൾ എന്നായിരുന്നു. സാധാരണ CD റൈറ്റുകൾക്ക് പകർത്താൻ പറ്റാത്ത ചില ഫിസിക്കൽ തകരാറുകൾ ഒറിജിനൽ ഡിസ്കിൽ മനഃപൂർവ്വം വരുത്തിയാണ് ഇവർ പ്രൊട്ടക്ഷൻ ഉണ്ടാക്കിയത്. 1998 വന്ന സേഫ് ഡിസ്കിൻ്റെ കാര്യം നോക്കാം. ഡിഫക്റ്റീവ് ബൈ ഡിസൈൻ എന്നതായിരുന്നു അവരുടെ തത്വം. ഒറിജിനൽ CD ഉണ്ടാക്കുമ്പോൾ അതിലൊരു ഡിജിറ്റൽ സിഗ്നേച്ചർ ഹൈഡ് ചെയ്ത് വെക്കും. സാധാരണ CD കോപ്പി ചെയ്യുന്നവർക്ക് ഡാറ്റ പകർത്താൻ പറ്റുമെങ്കിലും ഈ സിഗ്നേച്ചർ അല്ലെങ്കിൽ ആ സ്പെഷ്യൽ എറർ പാറ്റേണുകൾ പകർത്താൻ പറ്റില്ല. ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ SSCDRV.SYS എന്നൊരു ഡ്രൈവർ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആവും. നമ്മൾ ഗെയിം ഓപ്പൺ ആക്കുമ്പോൾ യഥാർത്ഥ ഗെയിം ഫയൽ എൻക്രിപ്റ്റ് ചെയ്ത നിലയിലായിരിക്കും ഉണ്ടാവുക. ഈ ഡ്രൈവർ CD ഇങ്ങനെ കറക്കി നോക്കി ഒറിജിനൽ ആണോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ആ ഫയലിനെ ഡീക്രിപ്റ്റ് ചെയ്ത് ഗെയിമിനെ റൺ ചെയ്യിക്കൂ. പൊളിക്കാൻ പറ്റാത്തൊരു സിസ്റ്റം എന്നായിരുന്നു അവരുടെ അവകാശവാദം. പക്ഷേ നിങ്ങൾ വിശ്വസിക്കുമോ? വെറും 7 ദിവസം കൊണ്ട് ഹാക്കർമാർ അത് പൊളിച്ചടുക്കി. ഹാക്കർമാർ കണ്ടെത്തിയ പഴുത് വളരെ രസകരമാണ്. അവർക്ക് ആ ഫിസിക്കൽ ഡിസ്കിലെ തകരാറുകൾ കോപ്പി ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഈ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഗെയിം തുടങ്ങുമ്പോൾ മാത്രമേ പ്രവർത്തിക്കൂ. ഒരിക്കൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് ഗെയിം റണ്ണായാൽ ഡീക്രിപ്റ്റ് ചെയ്ത കോഡ് കമ്പ്യൂട്ടറിൻ്റെ റാമില്ലേ അതിൽ പോയി കിടക്കും. ഹാക്കർമാർ ഒറിജിനൽ ഡിസ്ക് ഇട്ട് ഗെയിം റൺ ചെയ്യും. എന്നിട്ട് ആ കോഡ് റാമിൽ എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യും. റാമിൽ എത്തിക്കഴിഞ്ഞാൽ പ്രത്യേകം സോഫ്റ്റ്വെയറും ടൂളുകളും ഉപയോഗിച്ച് ആ മെമ്മറി ഡംപ് ചെയ്തെടുക്കും. അങ്ങനെ ആ ഡീക്രിപ്റ്റ് ചെയ്ത കോഡ് വെച്ച് പുതിയൊരു ഫയൽ ഉണ്ടാക്കും. അതായത് ഗേറ്റ് കീപ്പറെ കൊണ്ട് വാതിൽ തുറന്നിട്ട് ഗേറ്റ് കീപ്പറോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് സുഖമായിട്ട് അകത്ത് കയറുന്ന പോലെയാണ്.
സെക്യൂർ റോം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അവർ ലെയേർഡ് എൻക്രിപ്ഷനും നിരന്തരമായിട്ടുള്ള ഒബ്സർവേഷനും കൊണ്ടുവന്നു. അതായത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ റോമിൽ ഡിസ്ക് ഉണ്ടോ എന്ന് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും. ട്വിൻ സെക്ടേഴ്സ് എന്നൊരു വിദ്യയാണ് അതിന് ഉപയോഗിച്ചത്. ഡിസ്കിലെ ഒരേ അഡ്രസ്സിൽ 2 വ്യത്യസ്തമായ ഡാറ്റകൾ വയ്ക്കും. സാധാരണ ഡ്രൈവറുകൾക്ക് ഇത് വായിക്കാൻ പറ്റില്ല. അതുപോലെ നമ്മൾ വിർച്വൽ ഡ്രൈവുകൾ, അതായത് ഡെയ്മൺ ടൂൾസ് പോലെയുള്ളവ ഉപയോഗിക്കുന്നുണ്ടോ എന്നും സ്കാൻ ചെയ്യും. പക്ഷേ ഇതിന് മറുപടി ഉണ്ടായിരുന്നു. YASU പോലെയുള്ള ടൂളുകൾ ഉപയോഗിച്ച് ഹാക്കർമാർ വിർച്വൽ ഡ്രൈവുകളെ ഒളിപ്പിച്ചു വെച്ചു. അവസാനം ഈ സെക്യൂരിറ്റി സിസ്റ്റങ്ങൾ കാശ് കൊടുത്ത് വാങ്ങുന്ന യൂസേഴ്സിന് വലിയ തലവേദനയായി മാറി. അതേസമയം പൈറേറ്റഡ് വെർഷൻ ഉപയോഗിക്കുന്നവർക്ക് സുഖമായി ഗെയിം കളിക്കാനും പറ്റി. ഡിജിറ്റൽ കോട്ട അവസാനം യൂസറിനുള്ള ജയിലായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. ചില കമ്പനികൾ, പ്രത്യേകിച്ച് CAD, മ്യൂസിക് പ്രൊഡക്ഷൻ പോലെയുള്ള വില കൂടിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ ഡോങ്കിൾ എന്നൊരു വജ്രായുധമാണ് ഉപയോഗിച്ചത്. അതൊരു USB ഡിവൈസാണ്. സോഫ്റ്റ്വെയർ എപ്പോഴും USB പോർട്ടിൽ നോക്കും. ഹലോ, നീ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഡോങ്കിൾ തിരിച്ചൊരു രഹസ്യ കോഡ് അയക്കും. ഒരു USB സ്റ്റിക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ, അതുകൊണ്ട് പൈറസി നടക്കില്ല എന്നായിരുന്നു തിയറി. പക്ഷേ ഹാക്കർമാർ ഇതിനെയും നേരിട്ടത് ഫേക്ക് സെർവർ ഉണ്ടാക്കുന്ന അതേ ലോജിക്ക് വെച്ചാണ്. USB സ്നിഫർ ടൂളുകൾ ഉപയോഗിച്ച് സോഫ്റ്റ്വെയറും ഡോങ്കിളും തമ്മിലുള്ള സംഭാഷണം അവർ റെക്കോർഡ് ചെയ്തു. സോ ചോദ്യം A ആണ്, ഉത്തരം B ആണ്. അങ്ങനെ ആയിരക്കണക്കിന് ചോദ്യോത്തരങ്ങൾ റെക്കോർഡ് ചെയ്ത് അവർ ഡോങ്കിൾ എമുലേറ്ററുകൾ ഉണ്ടാക്കി. സോഫ്റ്റ്വെയർ USB പോർട്ടിലേക്ക് നോക്കുമ്പോൾ ആ എമുലേറ്ററുകൾ അവിടെ നിന്നും മറുപടി കൊടുക്കും. ഫിസിക്കലായ ഒരു സാധനത്തെ അവർ അങ്ങനെ വിർച്വലാക്കി മാറ്റി. ഇൻ്റർനെറ്റ് വ്യാപകമായപ്പോൾ ഡിസ്കുകളും ഡോങ്കിളുകളും വലിയ ബാധ്യതയാണെന്ന് കമ്പനികൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഓൺലൈൻ ആക്ടിവേഷൻ അഥവാ DRM അല്ലെങ്കിൽ ഡിജിറ്റൽ റൈറ്റ്സ് മാനേജ്മെൻറ്റ് വരുന്നത്. ക്രിയേറ്റീവ് ക്ലൗഡിൻ്റെ തൊട്ട് മുൻഗാമിയാണ്. ഇവിടെ സെക്യൂരിറ്റി ഗാർഡ് ഗേറ്റിൽ മാത്രമല്ല, നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. നമ്മൾ മോഡേൺ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ കമ്പ്യൂട്ടറിനെ സ്കാൻ ചെയ്ത് ഒരു ഡിജിറ്റൽ ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ HWID ഉണ്ടാക്കും. നമ്മുടെ മാക് അഡ്രസ്സ്, ഹാർഡ് ഡിസ്ക്, സീരിയൽ നമ്പർ, CPU ID, മദർ ബോർഡ് ID ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു യുണീക്ക് കോഡ് ഉണ്ടാക്കും. എന്നിട്ട് സോഫ്റ്റ്വെയർ ഇൻ്റർനെറ്റ് വഴി അഡോബിയുടെ സെർവറിലേക്ക് മെസ്സേജ് അയക്കും. ഇതാണ് എൻ്റെ ഫിംഗർ പ്രിൻറ്റ്, ഞാൻ വാലിഡ് ആണ്. സെർവർ തിരിച്ച് അതേ എന്ന് കമ്പ്യൂട്ടറിന് അനുമതി നൽകുമ്പോഴേ ഇത് വർക്കാവും എന്ന് പറഞ്ഞ് ഒരു ലൈസൻസ് ഫയൽ അയച്ചു കൊടുക്കും. ഇത് കേൾക്കുമ്പോൾ തോന്നും ഇത് പൊളിക്കാൻ പറ്റില്ലെന്ന്. കാരണം ലൈസൻസ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് സെർവറാണ്. പക്ഷേ ഹാക്കർമാർക്ക് മനസ്സിലായി ഈ സംഭാഷണം തടയേണ്ട കാര്യമല്ല, അതിനെ ഒന്ന് ഫ്രീസ് ചെയ്താൽ മതിയെന്ന്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് പറയാം. ഇതെങ്ങനെ ചെയ്തു എന്നറിയണമെങ്കിൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. IDA Pro ഹാക്കിംഗ് ലോകത്തെ ഒരു ഇതിഹാസ ടൂളാണ്. സോഫ്റ്റ്വെയറുകളെ എക്സ്റേ എടുത്ത് നോക്കുന്നത് പോലെയുള്ളൊരു ടൂൾ. ഫോട്ടോഷോപ്പിൻ്റെ സുന്ദരമായ ഇൻ്റർഫേസിന് പകരം ഹാക്കർമാർ കാണുന്നത് അതിൻ്റെ വളരെ നേക്കഡായിട്ടുള്ള അസംബ്ലി കോഡാണ്. ഈ ഒരു ലോക്ക് പൊളിക്കാൻ ഹാക്കർമാർ ഡീബഗർ ഉപയോഗിച്ച് ഫോട്ടോഷോപ്പിനെ റൺ ചെയ്യും. സിനിമയൊക്കെ പോസ് ചെയ്യുന്നത് പോലെ സോഫ്റ്റ്വെയർ റൺ ആകുന്നതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും നമുക്കത് ഫ്രീസ് ചെയ്യാം. ലൈസൻസ് ചെക്ക് ചെയ്യുന്ന ഫംഗ്ഷനിൽ അവർ ഒരു ബ്രേക്ക് പോയിൻ്റ് വയ്ക്കും. ഫോട്ടോഷോപ്പ് സെർവറിലേക്ക് മെസ്സേജ് അയക്കും. എന്നിട്ട് മറുപടി വരാൻ കാത്തിരിക്കും. സെർവർ ഇല്ല, ലൈസൻസ് ഇല്ല എന്ന് മറുപടി അയക്കുന്ന ആ നിമിഷം ഹാക്കർ പ്രോഗ്രാമിനെ ഫ്രീസ് ചെയ്യും. ആ ഫ്രീസ് ചെയ്ത അവസ്ഥയിൽ പ്രോഗ്രാം റാമിൽ അങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ്. ആ സമയത്ത് CPU രജിസ്റ്ററുകൾ പരിശോധിക്കാൻ ഹാക്കറിന് പറ്റും. EAX രജിസ്റ്റർ ആയിരിക്കും മിക്കവാറും റിസൾട്ട് സൂക്ഷിക്കുന്നത്. 0 എന്നാൽ സക്സസ്, 1 എന്നാൽ ഫെയിലുവർ എന്നൊക്കെ ആയിരിക്കാം. അവിടെ ഒരു ട്രാഫിക് ലൈറ്റ് പോലെ 0 ഫ്ലാഗ് ഉണ്ട്. അസംബ്ലി കോഡിൽ JNZ, അതായത് ജംപ് ഇഫ് നോട്ട് 0 എന്നൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. റിസൾട്ട് 0 അല്ലെങ്കിൽ അതായത് ലൈസൻസ് ഇല്ലെങ്കിൽ എറർ മെസ്സേജിലേക്ക് പോകണമെന്നായിരിക്കും ഇതിൻ്റെ അർത്ഥം. ഇതാണ് വഴിത്തിരിവ്. ഹാക്കർക്ക് ഒറിജിനൽ സീരിയൽ നമ്പറോ അഡോബിയുടെ സെർവർ ഹാക്ക് ചെയ്യേണ്ടതോ ആയിട്ടുള്ളൊരു കാര്യമില്ല. അവർ വരും ഒരു ഹെക്സ് എഡിറ്റർ ഉപയോഗിച്ചുകൊണ്ട് JNZ എന്ന കോഡ് മാറ്റി JMP, അതായത് ജമ്പ് എന്ന് പറയും, അല്ലെങ്കിൽ നോപ്പ് അല്ലെങ്കിൽ നോ ഓപ്പറേഷൻ എന്നാക്കും. അതായത് ഫോട്ടോഷോപ്പിനോട് പറയുകയാണ് ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണ്ട, എറർ മെസ്സേജ് കാണിക്കാതെ നേരെ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കിയാൽ മതി. അഡോബിയുടെ സെർവർ എത്ര ഒച്ചയെടുത്ത് ഇവനൊരു കള്ളനാണെന്ന് പറഞ്ഞാലും ലോക്കൽ ഫയലിലെ ഈ ഒരു മാറ്റം കാരണം സോഫ്റ്റ്വെയർ അത് കേൾക്കില്ല. ഇനി നമുക്ക് 2013 സംഭവത്തിലേക്ക് തിരിച്ചു വരാം. ക്രിയേറ്റീവ് ക്ലൗഡ് വന്നപ്പോൾ അഡോബി ഈ ചെക്കിംഗ് എല്ലാം കൂടി AMTLIB.dll എന്ന ഒറ്റ ലൈബ്രറി ഫയലിലേക്ക് മാറ്റിയിരുന്നു. ഫോട്ടോഷോപ്പും ഇല്ലുസ്ട്രേറ്ററും എല്ലാം ലൈസൻസ് ചോദിക്കുന്നത് ഈ ഒറ്റ ഫയലിനോടാണ്. ജൂൺ 19 ചിങ്ലിയു റിലീസ് ചെയ്ത ക്രാക്ക് വേറൊന്നുമല്ല, ഈ AMTLIB.dll എന്ന ഫയലിൻ്റെ ഒരു മോഡിഫൈഡ് വെർഷനാണ്. യൂസർമാരോട് അവർ പറഞ്ഞു ഒറിജിനൽ ട്രയൽ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഈ ഒരു പർട്ടിക്കുലർ ഫയൽ ഇന്ന ഫയൽ ഫോൾഡറിൽ പോയി റീപ്ലേസ് ചെയ്യണം. നമ്മൾ ആ ഫയൽ മാറ്റുന്നതോടെ ഫോട്ടോഷോപ്പ് ചോദിക്കും ഇവനൊരു സബ്സ്ക്രൈബറാണ്. നമ്മളിട്ട വ്യാജ ഫയൽ പറയും പിന്നല്ലാതെ ഇയാൾ ലൈഫ് ടൈം മെമ്പറാണ്, 2199 വരെ മെമ്പർഷിപ്പ് ഉണ്ട്.
അഡോബിയുടെ റിയൽ സെർവറിലേക്ക് കണക്ട് ചെയ്യാൻ അത് സമ്മതിക്കില്ല. അങ്ങനെ ക്ലൗഡും കമ്പ്യൂട്ടറും തമ്മിലുള്ള ബന്ധം അവിടെ അറ്റുപോകും. ഇതുകൂടാതെയാണ് ഫേക്ക് സെർവറുകൾ ഉണ്ടാക്കുന്ന പരിപാടിയും ഉണ്ടായിരുന്നത്. വിൻഡോസിലെ ഹോസ്റ്റ് ഫയൽ എഡിറ്റ് ചെയ്ത് അഡോബിയുടെ വെബ്സൈറ്റ് അഡ്രസ്സുകൾ, ഉദാഹരണത്തിന് activate.adobe.com എന്നതിനെ 127.127.0.0.1 എന്ന ലോക്കൽ അഡ്രസ്സിലേക്ക് തിരിച്ചുവിടും. ഫോട്ടോഷോപ്പ് വീട്ടിലേക്ക് വിളിക്കാൻ നോക്കുമ്പോൾ അത് സ്വന്തം കമ്പ്യൂട്ടറിലേക്ക് തന്നെ വിളിക്കും. ഇതിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ഒരു രൂപമായിരുന്നു പെയിൻറ്റിയർ എന്ന റിവേഴ്സൽ ഉണ്ടാക്കിയ AMTEMU. ഇത് വെറുതെ ബ്ലോക്ക് ചെയ്യല്ല, മറിച്ച് അഡോബിയുടെ സെർവറിനെ തന്നെ മിമിക്കി. ഹലോ, ഞാൻ അഡോബി സെർവറാണ്, നിങ്ങളുടെ ലൈസൻസ് 2099 വരെ വാലിഡാണ് എന്നത് സോഫ്റ്റ്വെയറിനോട് കള്ളം പറയും. അഡോബി ഇതിനെതിരെ ഇൻറ്റഗ്രിറ്റി ചെക്സ്, അതായത് ഫയലിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് നോക്കാനുള്ള മെത്തേഡ് കൊണ്ടുവന്നപ്പോൾ ഹാക്കർമാർ ലോഡേഴ്സ് എന്ന ടെക്നിക്ക് ഇറക്കി. ഇതൊരു മാജിക്കാണ്. നമ്മൾ ഒരു ഒറിജിനൽ ഫോട്ടോഷോപ്പ് ഫയലിനെ തൊടുകയില്ല, പകരം നമ്മൾ ലോഡർ റൺ ചെയ്യും. ലോഡർ ഫോട്ടോഷോപ്പിനെ മെമ്മറിയിൽ ഓപ്പൺ ചെയ്യും, പക്ഷേ പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല, അതായത് സസ്പെൻഡഡ് സ്റ്റേറ്റിലേക്ക് മാറ്റും. എന്നിട്ടൊരു സിറിഞ്ച് വെച്ച് മരുന്ന് കുത്തിവെക്കുന്ന പോലെ റാമിലിരിക്കുന്ന ഫോട്ടോഷോപ്പിൻ്റെ മെമ്മറിയിലേക്ക് ക്രാക്ക് കോഡിനെ ഇഞ്ചെക്ട് ചെയ്യും. എന്നിട്ട് പറയും, ഇനി റൺ ചെയ്തോ. ഹാർഡ് ഡിസ്കിൽ നോക്കിയാൽ എല്ലാ ഫയലും ഒറിജിനൽ, കമ്പ്യൂട്ടർ ഓഫ് ചെയ്താൽ തെളിവുകൾ മാഞ്ഞു പോകും. ഇതിനെയാണ് ഇൻ മെമ്മറി പാച്ചിങ് എന്ന് പറയുന്നത്. പക്ഷേ അവസാനം അഡോബിക്ക് കാര്യം മനസ്സിലായി, യൂസറിൻ്റെ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്ന എന്തും ഹാക്ക് ചെയ്യപ്പെടും. അതുകൊണ്ട് അവർ പുതിയൊരു തന്ത്രം ഇറക്കി, ന്യൂറൽ ഫിൽറ്റേഴ്സ്. ഫോട്ടോഷോപ്പിൻ്റെ 2021 വന്ന ഫീച്ചർ നോക്കിയാൽ മതി. അവിടെ പ്രോസസ്സിംഗ് നടക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിലല്ല, അഡോബിയുടെ ക്ലൗഡിലാണ്. നമ്മളൊരു ഫോട്ടോ കൊടുത്താൽ അത് അഡോബിയുടെ സെർവറിലെ വമ്പൻ GPU ക്ലസ്റ്ററുകളിലേക്ക് പോയി വെളിയിൽ പ്രോസസ്സ് ചെയ്തിട്ട് തിരിച്ച് കമ്പ്യൂട്ടറിലേക്ക് വരും. ഇത് പ്രവർത്തിക്കണമെങ്കിൽ സെർവറിൽ വാലിഡ് ആയിട്ടുള്ള ലോഗിൻ വേണം. ഡെസ്ക്ടോപ്പ് ആപ്പിനെ ക്രാക്ക് ചെയ്താലും സെർവറിലെ ബുദ്ധിയെ, അതായത് അത് പുറത്തെവിടെ ഉള്ളതാണല്ലോ, അതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ക്രാക്ക്ഡ് വെർഷനുകളിൽ പലപ്പോഴും ഈ ഫീച്ചർ വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മൾ വലിയ ഫയലുകൾ ഡൗൺലോഡ് ചെയ്ത് മാനുവലായിട്ട് പേസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് പുതിയ മതിൽ. നിങ്ങളുടെ കയ്യിലില്ലാത്ത സാധനത്തെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ അഡോബിൽ AI ഇമേജ് ജനറേഷനൊക്കെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഫോട്ടോഷോപ്പിൽ AI വീഡിയോസ് ഉണ്ടാക്കുന്ന ഒരു ഓപ്ഷനൊക്കെ ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട് കൃത്യമായിട്ട്. അങ്ങനെ വരുമ്പോഴുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ, നമ്മളിനി എത്ര അഡോബിൻ്റെ ക്രാക്ക്ഡ് ഉപയോഗിച്ചാലും നമുക്ക് ഇത്തരം അഡ്വാൻസ്ഡ് സെർവർ ഫീച്ചറുകൾ, ക്ലൗഡ് സെർവർ ഫീച്ചറുകൾ അക്സസ് ചെയ്യാൻ പറ്റില്ല. നിലവിൽ അതാണ് കണ്ടീഷൻ. അതായത് ഹാക്കിങ്ങിനെ ഒരു പരിധി വരെ ക്ലൗഡ് സെർവറിലൂടെ അഡോബ് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹാക്കേഴ്സിനെ പറ്റി സംസാരിക്കാം. ദ സീൻ എന്ന് പറയുന്ന ടീംസ്, ഇവർ വെറും ഒരു ആൾക്കൂട്ടമല്ല. റീലോഡഡ്, കോർ, CPY, കോഡക്സ് തുടങ്ങിയ ഗ്രൂപ്പുകൾ കോർപ്പറേറ്റ് കമ്പനികളെക്കാൾ ഡിസിപ്ലിൻ ഉള്ളവരാണ്. ഇവർക്ക് സപ്ലയർമാരുണ്ട്, അതായത് റിലീസിന് മുൻപേ ഗെയിം ചോർത്തി നൽകുന്ന ആളുകൾ. അതുപോലെ തന്നെ ക്രാക്കർമാരുണ്ട്, അവർ ഒരു സോഫ്റ്റ്വെയറിനെ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യും. പിന്നെ ടെസ്റ്റർമാരുണ്ട്. ഇവർ ഇതൊന്നും ചെയ്യുന്നത് കാശിന് വേണ്ടിയല്ല, ഇവർക്ക് വേണ്ടത് പ്രസ്റ്റീജ് അഥവാ അന്തസ്സാണ്. ആരാണ് ആദ്യം പൂട്ടുപൊളിക്കുന്നത് എന്ന മത്സരമാണിത്. 0 ഡേ റിലീസാണ് ലക്ഷ്യം. ഒരു ഗ്രൂപ്പ് ഇറക്കിയ ക്രാക്കിന് കുഴപ്പമുണ്ടെങ്കിൽ അടുത്ത ഗ്രൂപ്പ് പ്രോപ്പർ എന്ന പേരിൽ കുറച്ചുകൂടി നല്ലതിറക്കും. അതോടെ ആദ്യത്തെ ഗ്രൂപ്പിന് നാണക്കേട് വരും. അപ്പോൾ ഓരോ റിലീസിനൊപ്പവും .NFO എന്നൊരു ടെക്സ്റ്റ് ഫയൽ ഉണ്ടാവും. അതിൽ ASCII ഇൻസ്റ്റലേഷൻ്റെ റൂട്ടും ചിലപ്പോൾ എതിരാളികൾക്കുള്ള ചലഞ്ചസും ഉണ്ടാവും. ഇവർക്ക് അവരുടേതായ ഒരു എത്തിക്സ് ഉണ്ട്. ബാങ്കിങ് സോഫ്റ്റ്വെയറോ മിലിറ്ററി, മെഡിക്കൽ സോഫ്റ്റ്വെയർ ഇതൊന്നും അവർ ക്രാക്ക് ചെയ്യില്ല. കോർപ്പറേറ്റുകാരുടെ അത്യാഗ്രഹത്തെയാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. ഇഷ്ടപ്പെട്ട കാശ് കൊടുത്ത് വാങ്ങും, ഡെവലപ്പേഴ്സ് അത് അർഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ മിക്ക കുറിപ്പുകൾ അവസാനിക്കുന്നത്. സോ അഡോബിൻ്റെ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. ഡിജിറ്റൽ യുഗത്തിലെ ഒരു ഡോക്യുമെൻറ്റ്, ഒരു പ്രോസസ്സറിന് നിർദ്ദേശം അനുസരിക്കാൻ കഴിയുമെങ്കിൽ ഒരു മനുഷ്യന് ആ നിർദ്ദേശങ്ങളെ മാറ്റാൻ പറ്റും. സെക്യൂരിറ്റി എന്നത് ഐസൊലേഷനിലൂടെ മാത്രമേ സാധ്യമാവൂ. താക്കോല് ഫിസിക്കലായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും. സീരിയൽ നമ്പർ വന്നാൽ നമ്മൾ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് എടുക്കും. ഓൺലൈൻ ചെക്ക് ചെയ്താൽ നമ്മളതിനെ കബളിപ്പിക്കും. അഡോബി ഇപ്പോൾ ക്ലൗഡിലേക്ക് മാറിയപ്പോൾ ലോക്ക് പൊളിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം പൂട്ടിയിരിക്കുന്ന മുറി കമ്പനിയുടെ കയ്യിലാണ്. എന്നാലും സീൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഓഫ്ലൈൻ മോഡലുകൾ വെച്ചും സെർവർ എമുലേഷൻ വെച്ചും അവർ യുദ്ധം തുടരുന്നുണ്ട്. ഓരോ ഡിജിറ്റൽ കോട്ട പണിയുമ്പോഴും സമയം മരവിപ്പിച്ച് നിർത്തി കാവൽക്കാരെ കബളിപ്പിച്ച് അകത്ത് കയറാൻ ഒരു മാന്ത്രികൻ വാതിലിന് പുറത്ത് കാത്തു നിൽപ്പുണ്ടാവും. എന്തായാലും ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ചിലപ്പോൾ ഭാവിയിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. നന്ദി.